റവ വെച്ചിട്ട് ഇതുപോലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ എന്നും നോമ്പ് തീരുന്നത് വരെയും, അത് മാത്രമല്ല നോമ്പ് കഴിഞ്ഞാലും ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കൂല കേട്ടോ. അത്രക്ക് വെറൈറ്റി രുചിയിലുള്ള അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഞാനൊരു പാത്രത്തേക്ക് ഒരു 1/2 ഗ്ലാസോളം റവ ഇട്ടിട്ട് അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു റവനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ റവ നമ്മൾ തീമച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. റവയല്ലേ, ഒരുപാട് വേവൊന്നുമില്ല. തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് നല്ലോണം അറിയാം റവൻ്റെ വേവൊക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തോളി. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കിയാലേ നോമ്പ് തുറക്കുന്ന സമയം മാത്രമല്ല, ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തറാവി കഴിഞ്ഞാലും വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെൽച്ചക്കൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞാലും ഒരു ഗ്ലാസ് കുടിക്കും. പിന്നെ അത് കുടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിറ്റേ ദിവസത്തെ നോമ്പ് എങ്ങനെയെന്നുള്ള നിങ്ങൾ അറിയില്ല കേട്ടോ. ഒരു ദാഹോ ക്ഷീണോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല, വിശപ്പൊന്നും ഉണ്ടാവില്ല. കാരണം അത്രക്കും എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു റവ നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കട്ടോ. ഇത്രയും മതി. ഇപ്പം നിങ്ങൾ തിളക്കണമൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. തിളക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു റവയ്ക്ക് ഈ ഒരു സ്റ്റേജ് എത്തും. എന്നാലും നമ്മൾ എടുത്ത് വെക്കരുത് കേട്ടോ, അടി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട്. അടിയിലൊന്നും പിടിക്കൂല, നമ്മൾ ഇളക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തിളക്കുക. തിളച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് വാങ്ങി വെക്കട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടല്ല കേട്ടോ ഈ ഒരു ശർക്കര ഞാൻ ചേർക്കണത്. ഈ ഒരു ശർക്കര കുറച്ചൊന്ന് പീൽ ചെയ്തിട്ട് കൊടുക്കണേ ഉള്ളൂ. മധുരം നിങ്ങൾക്ക് ശർക്കരയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ശർക്കരനെ മുഴുവനായിട്ട് എടുത്തോളൂ. ഒരു 2 അച്ച് ശർക്കരയൊക്കെ വേണ്ടി വരും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ രുചി തോന്നിയത് ശർക്കര വെച്ചിട്ടല്ല കേട്ടോ, പഞ്ചസാര വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് പകരം ഒരു 4-5 ചുള ഈത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും കൂടെയാണല്ലോ ഈന്തപ്പഴം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു ഡ്രിങ്കിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർക്കണത്. ഒരു 2 കുഞ്ഞിക്കയിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഞാൻ ലേശം ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, നമുക്കൊരു ചെറിയൊരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ ഈ ഒരു ഇത്തിരി 1 ടേബിൾ സ്പൂണോളം ശർക്കര പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ രുചി. അപ്പോൾ അത്രയും ആയി കഴിഞ്ഞാൽ ഞാനിതാ ഒരു 2-3 ടേബിൾ സ്പൂണോളം സാബൂനരി, അതായത് ചൊവ്വരി, അതൊന്ന് തീമ വെച്ചിരുന്നു കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ചൊവ്വരി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂക്കിച്ചെടുത്തതാണ്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു സാബൂനരി വെന്തത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്ലേസിങ് ഉള്ളൊരു ഒരു മുത്തുമണികളായിട്ട് കിട്ടും. അപ്പോൾ ചെറിയ സാബൂനരിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുക്കറിലൊന്നും വേവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. കുഞ്ഞ് സാബൂനരി ഉണ്ടാവുമല്ലോ, ഈ കഞ്ഞിയൊക്കെ വെക്കണ അരി ഉണ്ടാവില്ല, കുറിയരി, നുറുങ്ങിയ അരി. അപ്പോൾ ആ ഒരു അരിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള സാബൂനരി ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർക്കാനോ അതുപോലെ തന്നെ കുക്കറിൽ വെക്കാനോ ഒന്നും നിൽക്കണ്ട. എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചട്ടിയിലോ പാത്രത്തിലോ വേവിച്ചാൽ തന്നെ ഒരു തിളക്കുമ്പോഴേക്കും ആ ഒരു സാബൂനരി കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇത് വലിയ മണിയാണ് ഈ ഒരു അരി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൂക്കിച്ചിട്ട് ആ പ്രഷറൊക്കെ ഇന്ന് തന്നെ പോയതിന് ശേഷമാണ് എടുത്തത്. അപ്പോഴേക്കും ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സാബൂനരി നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെ വെച്ചാൽ കട്ട കുത്തു ചെയ്യും. പിന്നെ നമുക്കൊരു പശായിട്ട് ഇതൊരു പ്രത്യേകമായിട്ട് ഒരു മുത്തു പോലെ നമുക്ക് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കഴുകിയെടുത്തത്. അപ്പോൾ അതിൻ്റെ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ കേട്ടോ നല്ലത്. പക്ഷെ നല്ലോണം അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ മാറ്റി നല്ല ലൂസ് പോലുള്ള വെള്ളമാണ്, 2 പ്രാവശ്യം കഴുകിയിട്ടൊക്കെ ഉള്ള വെള്ളമാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് കളയണമെന്നില്ല, എനിക്ക് ആവശ്യമുണ്ട് ഈ ഒരു വെള്ളം. അപ്പോൾ ഇതാ ഞാൻ ഇനി ചെയ്യണ പണി എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു റവയും എല്ലാം കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 10-15ഓളം കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാഷ്യൂ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കഴിയണതും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോളി. ഒരു നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കും, നമ്മൾ പിഷ്കും കാര്യമൊന്നും ചെയ്യണ്ട. കാരണം അത്രയും കഷ്ടപ്പെട്ട് നോൽക്കണ നോൽമ്പാണല്ലോ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ തന്നെയാണ് വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചിട്ട്, പ്രത്യേക ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ
നല്ല ചൂടൊക്കെയാണ്, അപ്പോൾ നല്ല ദാഹമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഈ ഒരു അണ്ടിപ്പരിപ്പിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടെടുത്തോളി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി ചെയ്തോളി കേട്ടോ. അതുപോലെ തന്നെ ഞാനത് ഫസ്റ്റിൽ ഈ ഒരു റവ അടിച്ചെടുക്കുമ്പം നമ്മൾ ആ ഒരു സാബൂനരി വേവിച്ചിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുത്താണ് അടിച്ചെടുത്തത്. പിന്നെ നമ്മളിതിലേക്ക് പാലാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ പാല് നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള പാലാണ്, പാക്കറ്റ് പാലൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പാലായാലും തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു പാല് കാച്ചി ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കട്ടൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രോബെറി ഫ്ലേവറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. സ്ട്രോബെറി നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് സ്ട്രോബെറി ഒക്കെ വാങ്ങിയിട്ട് ഇട്ടുകൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2-3 തുള്ളി സ്ട്രോബെറി എസൻസ് ഒഴിച്ചെടുത്താലും മതിയാവും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏലക്കാപ്പൊടി മാത്രം മതി കേട്ടോ. എന്നാലും ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രോബെറീൻ്റെ എസൻസും കൂടെ ഒഴിച്ചെടുത്തിട്ട് പാൽ ഏകദേശം ഒരു ഗ്ലാസ്സിൻ്റെ മേലെ ഉണ്ടാവും. 2 ഗ്ലാസ് പാൽ കാച്ചതാണ്, കുറച്ചും കൂടെ ആ ഒരു ചെമ്പട്ടി തന്നെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള പാലിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കണത്. ഇനി നിങ്ങൾക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ദാഹം മാറ്റുക എന്നുള്ള ഒറ്റ ആവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്തോളി കേട്ടോ വേണമെങ്കിൽ. പക്ഷേ എനിക്ക് നല്ല ലൂസായിട്ടുള്ള ജ്യൂസാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നമ്മൾ ആ ഒരു ചൊവ്വരി വേവിച്ച വെള്ളം മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കുക. തണുത്ത വെള്ളമോ ഐസ് ക്യൂബ്സോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇപ്പോൾ എപ്പോഴും നമുക്ക് വീട്ടിൽ വാങ്ങാൻ കഴിയൂല, ഭയങ്കര വിലയാണല്ലേ ഫ്രൂട്ട്സിനൊക്കെ. പിന്നെ സ്ട്രോബെറി ഒക്കെ വാങ്ങൂല്ല, കാരണം ഒരു ചെറിയൊരു കുഞ്ഞ് പെട്ടി സ്ട്രോബെറി ഒക്കെ കിട്ടണമെങ്കിൽ നല്ല വിലയാണ്. ഋതുവിനൊക്കെ ഇടയ്ക്ക് വാങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ, ഭയങ്കര കത്തണ വിലയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ പൂതിക്ക് വാങ്ങി കൊടുക്കാമെന്നല്ലാതെ. അപ്പോൾ സ്ട്രോബെറിൻ്റെ എസൻസിന് വലിയൊരു വില ഒന്നുമില്ല, ഒരു 60 രൂപ ഒക്കെ കൊടുത്താൽ ഒരു ബോട്ടിലൊക്കെ കിട്ടും. എന്നാൽ നമുക്ക് ഒരുപാട് നോമ്പ് 30 ദിവസമല്ല 60 ദിവസം നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയാലും അതിൻ്റെ എസൻസ് തീരൂല. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള സ്ട്രോബെറി മാത്രമല്ല പല എസൻസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ കഴിയാത്ത ആളുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള എസൻസൊക്കെ വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ എപ്പോൾ വേണമെങ്കിലും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു സാബൂനരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ലൊരിത് കുടിക്കണ സമയത്തുണ്ടല്ലോ ഒരു മുത്ത് ഇങ്ങനെ തടയും നമുക്ക് വായിൽ. അപ്പോൾ അതിന് ഒരു സുഖമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കി കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ സബ്ജാ സീഡ്സ്. അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഡെയിലി പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിനൊക്കെ ഈ ക്ഷീണം ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളും അകറ്റാനൊക്കെ 1 ടേബിൾ സ്പൂൺ ഇനിയിപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ വെറുതെ വെള്ളത്തിട്ട് കുടിക്കണം നന്നാവും. അപ്പോൾ ഈ ഒരു ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലുള്ള ആ ഒരു മുത്തുമണികളൊന്നും കാണില്ല കേട്ടോ. ഒക്കെ ഈ ഒരു നെയ്യ് പാകി കിടക്കുന്നതുകൊണ്ട് കാണായിയാണ്. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സബ്ജാ സീഡ്സും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ സാബൂനരി അതൊക്കെ നല്ല മുത്തുകളായി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതപ്പോൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, എന്താ എനിക്കറിയില്ല. എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുത്തുമണികളൊക്കെ വേറെ ആയിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു ഡ്രിങ്കാണ്. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ റവയും എല്ലാം പാലും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് നല്ലൊരു കൂളാണ്, നല്ലൊരു തണുപ്പും നല്ലൊരു സന്തോഷവും ഒക്കെ കിട്ടും. ഒരുപാട് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാതെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കട്ടൻ ചായക്ക് പകരമൊക്കെ ഇഷ്ടം പോലെ കുടിക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടം കേട്ടോ. നിങ്ങൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ മധുരത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചാളി. അപ്പോൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ, അവരൊക്കെ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലും കൊണ്ടൊക്കെ വന്നെന്താ വെച്ചാൽ ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് പിസ്ത എസൻസോ മാംഗോ എസൻസോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിസ്ത എസൻസ് ഒഴിച്ചാൽ പിസ്ത ഫ്ലേവറിൽ കിട്ടും.
മാംഗോ എസൻസ് ഒഴിച്ച് കൊടുത്താൽ മാംഗോ ഫ്ലേവറിൽ കിട്ടും, ഒക്കെ കിട്ടും കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഇതൊക്കെ ഒന്ന് വാങ്ങി വെച്ചോളേണ്ടി. നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സിനൊക്കെ വില കൂടിയ സമയത്തൊക്കെ ഒരു ഡ്രിങ്കൊക്കെ ഇതും ആക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് കുടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേറെ ഏത് ഫ്ലേവറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കണേ. അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്കിത് ഇഷ്ടമായിക്കണമെന്നൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ മുത്തുകളൊക്കെ പൊങ്ങി വരുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അതാ എല്ലാം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എന്താ അറിയോ, ഒരു വലിയൊരു ചിലവോ കാര്യമില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഉണ്ടാകട്ടെ. ഇനി അടുത്ത വീഡിയോയുടെ റെസ്റ്റ്.